ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് മാർച്ച് 15-ാം തീയതി. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിന ആശംസകളും നേരുന്നു. ഇന്ന് നാം ധ്യാനത്തിനായി എടുത്തിട്ടുള്ളത് പുറപ്പാട് ദിവസം 21-ാം അധ്യായമാണ്. വളരെ രസകരമായിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. അടിമത്വത്തെക്കുറിച്ച് പറയുന്നതായിരിക്കുന്നൊരു അധ്യായമാണ്. അടിമത്വം പഴയ നിയമ വ്യവസ്ഥയുടെ ഒരു ഭാഗമായിരുന്നു എന്നത് ശരിയാണ്. എന്നാൽ ദൈവം ഒരിക്കലും അടിമത്വത്തെ സ്നേഹിച്ചിരുന്നില്ല. ബലം പ്രയോഗിച്ച് വ്യവസ്ഥിതിയെ മാറ്റം ചെയ്യുന്ന സംവിധാനം ദൈവം ഉപയോഗിച്ചിരുന്നില്ല. ഒരു ബലം പ്രയോഗിച്ച് അങ്ങനെ ദൈവം ചെയ്തിരുന്നില്ല. ഹൃദയത്തിന് വ്യത്യാസം വരുത്തി അടിമകളെ സ്നേഹിക്കുക, വേലക്കാരെ സ്നേഹിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വ്യവസ്ഥ. ഏതൊരടിമയും 6 വർഷം യജമാനെ സ്നേഹിച്ചാൽ മതി. എബ്രായ അടിമയെക്കുറിച്ചാണ് പറയുന്നത്. അവൻ 6 വർഷം യജമാനെ സ്നേഹിച്ചാൽ മതി. 7-ാമത്തെ വർഷം അവന് സ്വാതന്ത്ര്യം നൽകണം. എന്നാൽ നല്ല യജമാന്മാരുള്ള അടിമകളുണ്ട്. നല്ല യജമാന്മാർ, സ്നേഹമുള്ള സ്വന്തം മക്കളെ പോലെ അടിമകളെ കരുതുന്നവരുണ്ട്. പഴയ നിയമത്തിൽ അബ്രഹാം അങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നു. തൻ്റെ ഒരടിമയായിരുന്നു, ദാസനായിരുന്നു എലിയാസർ. ആ എലിയാസറെ സ്വന്തം മകനെ പോലെയാണ് താൻ കരുതിയത്. എന്തിനാ? തൻ്റെ സ്വന്തം മകൻ്റെ ഒരു ഭാര്യ എടുക്കാൻ പോലും ആ ദാസനെയാണ് ഉപയോഗിച്ചിരുന്നത്. ദൈവത്തോട് പോലും പറഞ്ഞു, എനിക്ക് സന്തതി ജനിച്ചില്ലെങ്കിൽ എൻ്റെ സ്വത്തിന് മുഴുവൻ അവകാശിയാകുന്ന എലിയാസറാണെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര ഉന്നതമായ ബന്ധമാണ് അന്നുണ്ടായിരുന്നത്. അതുപോലെ നല്ല ബന്ധങ്ങൾ പുലർത്തുന്നതായിരിക്കുന്ന അടിമകൾ ഏത് കാലത്തുമുണ്ട്. യജമാനും അടിമയും തമ്മിലുള്ള ബന്ധം ഒരു മകനും അപ്പനും പോലെയുള്ള ബന്ധം പുലർത്തുന്ന അങ്ങനെയുള്ള ചില അടിമകൾ ഈ 7-ാമത്തെ വർഷം അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അവർക്ക് യജമാനെ വിട്ടുപോകുവാൻ മനസ്സില്ല. അവർ ചിന്തിക്കും, ഞാൻ സ്വതന്ത്രനായിട്ട് പോയാൽ ഞാൻ എവിടെയാണ് പോകുന്നത്? ഇത്രയും നല്ലൊരു മനുഷ്യനെ എവിടെ കിട്ടും? ഇതുപോലൊരു യജമാനെ എവിടെ കിട്ടും? അതുകൊണ്ട് അവർ യജമാൻ്റെ അടുക്കുമെന്ന് പറയും, യജമാനെ നിന്നെ വിട്ടു പോകാൻ എനിക്ക് ആഗ്രഹമില്ല. നിന്നോട് കൂടെ ശേഷിച്ച ജീവിതകാലം ജീവിക്കണം, നിന്നെ സേവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ഒരു അടിമ പറഞ്ഞാൽ ചെയ്യേണ്ടതായിരിക്കുന്ന നടപടിക്രമത്തെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആ അടിമയും കൊണ്ട് വാതിൽക്ക് പോകണം, കട്ടിൽക്കാലിന് പോകണം. അവിടെ പോയിട്ട് അവൻ്റെ ചെവി ആ വാതിലിനോട് ചേർത്ത്, കട്ടിൽക്കാലിനോട് ചേർത്ത് വെച്ചിട്ട് അവിടെ ഒരു ദ്വാരം ഉണ്ടാക്കണം. ആ ചെവി കുത്തണം. അങ്ങനെ കുത്തപ്പെട്ടതായിരിക്കുന്ന ചെവിയുള്ളവരെ കാണിക്കുന്നത് എന്താണ്? ഞാൻ എൻ്റെ യജമാനെ സ്നേഹിക്കുന്നു, എൻ്റെ യജമാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ അവൻ്റെ ജീവകരിൻ്റെ മുഴുവൻ അടിമയാണ്. എന്നിട്ട് അന്നത്തെ കാലത്ത് ചെയ്തിരുന്നത് ചെവിക്കകത്ത് ഒരു കുണുക്ക് പോലെ ഒരു സാധനം ഇടും, കമ്മലെന്നൊക്കെ പറയുന്ന സാധനം. അതിൽ യജമാനൻ്റെ ഇനീഷ്യൽസ്, യജമാൻ്റെ പേര് കൊത്തിയിരിക്കും. പേര് കൊത്തിയിരിക്കും. അത് വളരെ പ്രധാനപ്പെട്ടതൊരു കാര്യമാണ്. തുളയ്ക്കപ്പെട്ട കാതെന്ന് പറയുന്നത് യജമാനൻ്റെ ഉടമസ്ഥാവകാശത്തെ വ്യക്തമാക്കുന്ന ഒന്നാണ്. ചിഹ്നമുള്ള ആഭരണങ്ങൾ ധരിക്കുന്ന പതിവൊന്നുണ്ടായിരുന്നു. നമ്മളെ പശുക്കൾക്കും മറ്റുമൊക്കെ അങ്ങനെയാണ്, അറിയാമല്ലോ. നമ്മൾ പശുവിനെ വാങ്ങിയാൽ പശുവിൻ്റെ ചെവി തുളച്ചിട്ട് അതിൽ ഒരു ടാഗ് ഇടും. ആ ടാഗിൽ ചില നമ്പർ കാണും. അത് ആരുടെ അവകാശമാണ്, ആര് വാങ്ങിയതാണ് എന്ന് കാണിക്കുന്നതായിരിക്കുന്ന ടാഗാണ്. അതുപോലെ തന്നെയാണ് ഒരു ടാഗ് പോലെയാണ് തൻ്റെ ദാസൻ്റെ കാത് കിഴിച്ചിട്ട് അതിൽ ഒരു ടാഗ് ഇടുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ വകയായി തീരുമ്പോൾ ദൈവം അത് തന്നെയാണ് ചെയ്യുന്നത്. ബൈബിൾ അങ്ങനെ പറഞ്ഞു, നീ എൻ്റെ കാതുകളെ എനിക്ക് തുളച്ചിരിക്കുന്നു എന്നാണ്. നീ എൻ്റെ കാതുകളെ എനിക്ക് തുളച്ചിരിക്കുന്നു. 40 സങ്കീർത്തനത്തിൽ വായിക്കുന്ന അങ്ങനെയാണ്, എൻ്റെ കാതുകളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ദൈവമേ, നീ നിൻ്റെ വകയാക്കി എന്നെ തീർത്തിരിക്കുന്നു. എൻ്റെ കാത് തുളച്ച് നിൻ്റെ കുണുക്കനാണ് കിടക്കുന്നത് എന്ന്. അപ്പോൾ കാതെന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതായിരിക്കുന്ന ആ ശരീരഭാഗമാണ്. ആ കാത് നോക്കി അറിയാം ഇവൻ ആരെയാണ് സേവിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് അന്യദൈവങ്ങളെ സേവിച്ചതായിരിക്കുന്ന ആളുകൾക്ക് അന്യദൈവങ്ങളുടെ കുണുക്കുകളാണ് കാതിലുള്ളത്. യാക്കോബ് കാതിലെ കുണുക്കുകളെ പറിച്ച് കരുവേലകത്തിൻ്റെ കീഴെ കുഴിച്ചിട്ടെന്നാണ്. ദൈവം ഇസ്രായേൽ പാപം ചെയ്ത് വിഗ്രഹാരം ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവം ആവശ്യപ്പെട്ടത് അതാണ്, എല്ലാവരും കാതിലെ കുണുക്ക് പറിക്കാൻ പറഞ്ഞു. കാരണം കാതിൽ കിടന്ന കുണുക്കുകളെല്ലാം അവരുടെ അന്യദൈവങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. അതെല്ലാം പറിച്ച് അതിനെയെല്ലാം കുഴിച്ചിട്ടിട്ട് ഇസ്രായേൽ മക്കൾ പിന്നെ ആവരണം ധരിച്ചില്ലെന്ന് പറഞ്ഞാൽ പിന്നെ കാതിൽ അവർ കുണുക്കിട്ടില്ല. ഇട്ടെങ്കിൽ യഹോവ എന്ന് പേരെഴുതിയ കുണുക്ക് മാത്രമേ അവരതിൽ ധരിക്കാനായിട്ട് പാടുള്ളൂ. നമ്മുടെയും ജീവിതത്തിലെ പ്രിയമുള്ളവരെ, ദൈവത്തിന് നാം സമർപ്പിച്ചവരാണ് എന്ന നിലയിൽ നമ്മുടെ കാതുകൾ തുളയ്ക്കപ്പെടേണ്ടതാണ്. ഞാൻ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ കാതിനെക്കുറിച്ചല്ല പറയുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ കാത് തുളയ്ക്കപ്പെട്ട് ദൈവത്തിൻ്റെ അടയാളം അവിടെ നാം വഹിക്കേണ്ടതാണ്. ദേവന്മാർക്ക് സമർപ്പിച്ചതായിരിക്കുന്ന ജീവിതം ആ ദേവനെ സേവിക്കുന്നതിൻ്റെ അടയാളമാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ കാതുകൾ തുളയ്ക്കപ്പെട്ട് നാം സത്യദൈവത്തെ സേവിക്കുന്നവരാണ് എന്ന അടയാളമാണ് വേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ അന്യദേവന്മാരുടെ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ച് നാം എന്ത് ചെയ്യണം? നാം കുഴിച്ചിടണം. അത് കുഴിച്ചിടണം. അതാണ് ആവശ്യമായിരിക്കുന്നത്. അന്യദേവന്മാർക്കൊക്കെ അതുണ്ടായിരുന്നു. നമുക്കറിയാം, ഗിദെയോൻ ചെയ്തതായിരിക്കുന്ന ഒരു തെറ്റ് നമുക്കറിയാം. ഇശ്മാലിയരുടെ കാതിലെ കുണുക്കുകളാണ് കടുക്കനാവൻ ചോദിച്ചത്. അത് തരാൻ പറഞ്ഞു. അത് വാങ്ങിയിട്ട് ഗിദെയോൻ എന്ത് ചെയ്തു? ഏഹോദ് നിർമ്മിച്ചു. ഇസ്രായേൽ ജനം മുഴുവൻ പരസംഗമായി ചെന്നതിനെ ആരാധിച്ചു എന്നാണ്. അത് അവർക്ക് കെണിയായി തീർന്നു എന്നാണ്.
ഗിദെയോൻ്റെ മക്കളെല്ലാം കൊല്ലപ്പെടാനുള്ളതായിരിക്കുന്ന കാരണങ്ങളൊന്നും ഇതാണ്. കാരണം എന്താണ്? അവൻ ഇസ്രായേൽ ജനത്തെ അന്യദൈവസേവയിലേക്ക് നടത്തി എന്നുള്ളതാണ്. ഇതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. മനസ്സിലാക്കേണ്ടതുപോലെ നാം മനസ്സിലാക്കണം. ഇന്ന് നമുക്ക് ഈ ലോകത്തിലെ കാതുകൾ, ഞാൻ സങ്കടത്തോടെ പറയട്ടെ, അനേക ദൈവമക്കളെ ഇന്ന് നോക്കുമ്പോൾ അവരുടെ കാതുകളിൽ കാണുന്നത് ഈ കുണുക്കൾ എൻ്റെ ദേവന്മാരുടെയാണ്. ചിലർ അവരെ തന്നെ സമർപ്പിച്ചിരിക്കുന്നത് ചില മുതലാളിമാർക്കാണ്. ചില മുതലാളിമാർക്ക് സമർപ്പിച്ച ജീവിതമാണ്. കാരണം മുതലാളി പറയുന്ന പോലെ ജീവിക്കാനൊക്കെ ഞായറാഴ്ച ആരാധനയ്ക്ക് പോകേണ്ട ഇവിടെ വന്നോളെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിരിക്കണം. മുതലാളിയുടെ ഗുണക്കിട്ടുകൊണ്ട് നടക്കുന്നത്. നിങ്ങൾ മുതലാളിയുടെ ഗുണക്കിട്ടുകൊണ്ട് നടന്നാൽ സ്വർഗത്തിലെ ദൈവത്തെ ആരാധിക്കാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് നമുക്ക് സത്യദൈവത്തിൻ്റെ ഗുണക്ക് തന്നെ ഇടാം. നമ്മുടെ ഹൃദയത്തിൻ്റെ കാതുകളിൽ യഹോവയായ ദൈവത്തിൻ്റെ, ത്രിയേക ദൈവത്തിൻ്റെ, വിദൂത്രാത്മാവായ ദൈവത്തിൻ്റെ ഗുണങ്ങളിട്ട് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വകയാണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്ക നിലയിൽ നാം ജീവിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെ ജീവിക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അന്യദേവന്മാരുടെ വല്ല അടയാളങ്ങളും നിങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അത് നിങ്ങളുടെ കഴുത്തിലോ നിങ്ങളുടെ കാതിലോ നിങ്ങളുടെ അരയിലോ കയ്യിലോ എവിടെയെങ്കിലും അന്യദേവന്മാരുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറിച്ച് അത് കുഴിച്ചിട്ട് കളയുക. അത് ദൈവത്തിന് ഇഷ്ടമുള്ളതല്ല. നാം നമ്മുടെ ദൈവത്തിന് സ്വന്തമായി തീരേണ്ടത് ആവശ്യമാണ്. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ.